വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റേജ് 1 എക്സാമിന്റെ ബാക്കിയുള്ള ചോദ്യങ്ങൾ പഠിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ 9 ക്വസ്റ്റ്യൻസേ നമ്മൾ പഠിക്കുകയുണ്ടായുള്ളൂ അല്ലേ? അപ്പൊ ഇന്ന് 10 മുതൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഇനി അടുത്ത ദിവസം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതോടൊപ്പം തന്നെ +1 ജോഗ്രഫിയും കൂടെ പഠിക്കാൻ പോവാണ്. +1 ജോഗ്രഫിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള +1 +2 ജോഗ്രഫിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കണം മക്കളെ. കാരണം എന്തുകൊണ്ടാണെങ്കിൽ ആ ചാപ്റ്റേഴ്സിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? കേരള സർക്കാരിന്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? GV രാജ അവാർഡ് അല്ലെ? കേരള സർക്കാരിന്റെ പരമോന്നത കായിക ബഹുമതിക്ക് വിളിക്കണ പേര് GV രാജ അവാർഡ് എന്നാണ്. ഇദ്ദേഹത്തെ കായിക കേരളത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു. ആരെ? കേണൽ ഗോദവർമ്മ രാജ. അതാണ് GV രാജ കേട്ടോ. അദ്ദേഹത്തിന്റെ ജന്മദിനം ഒക്ടോബർ 13 ആ ഒക്ടോബർ 13 കേരളത്തിലെ കായിക ദിനാണ്. അതുപോലെ തന്നെ GV രാജ സ്പോർട്സ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോർട്സ് സ്കൂള് തിരുവനന്തപുരത്തുണ്ട്. അത് കേരളത്തിലെ ആദ്യത്തെ കായിക വിദ്യാലയമാണ് കേട്ടോ. ഇനി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് ഈ GV രാജ. അതുപോലെ ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപകനാണ്. ഇതുപോലെ ഈ GV രാജ അവാർഡിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇതിന്റെ സമ്മാന തുക എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ലക്ഷം രൂപയാണ് നമ്മൾ പറയാ. പിന്നെ ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ അല്ലെ, BCCIയിൽ അംഗമായ ആദ്യത്തെ കേരളീയൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഗോദവർമ്മ രാജയുടെ പേര് പറയണം കേട്ടോ. അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യയിലെ വാതോർജ നിലയം. വാത ഊർജം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല കേട്ടോ മക്കളെ, വിൻഡ് എനർജി. ചിലപ്പോ നമ്മളോട് ചോദിക്കും കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതെന്ന്. ഇത് വാതോർജം എന്ന് ചോദിക്കുമ്പോ സംശയമുണ്ട് പലർക്കും. അപ്പൊ ലംബയാണ്. ലംബ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് ഫാമുകളിൽ, കുറേയധികം വിൻഡ് ഫാമുകൾ ഉള്ളതില് അതിൽ പ്രധാനപ്പെട്ട ഒരു വിൻഡ് എനർജി ഫാമാണ് ലംബ. ലംബ ഗുജറാത്തിലെ വിൻഡ് എനർജി ഫാമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻഡ് എനർജി തമിഴ്നാട്ടിലാണ്. അതിന്റെ പേര് മുപ്പന്തൽ എന്നാണ്. തമിഴ്നാട്ടിലെ മുപ്പന്തലാണ് ഇന്ത്യയിലെ ഏറ്റവും വലുത്. ഇനി സെക്കൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ ജയ്സാൽമീർ ആണ്. അതെവിടെയാണ്? രാജസ്ഥാനിലാണ്. കേരളത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, കഞ്ചിക്കോടും രാമക്കൽമേടും ഒക്കെ കേരളത്തിലെ വിൻഡ് എനർജി ഫാംസ് ആണ്. കഞ്ചിക്കോട് KSEBയുടെ കീഴിലാണ്. പക്ഷേ രാമക്കൽമേട് ആരുടെ കീഴിലാണ്? പ്രൈവറ്റ് വ്യക്തികളുടെ കീഴിലാണ് അല്ലെ. സ്വകാര്യ കാറ്റിൽ നിന്നും പ്രൈവറ്റ് വിൻഡ് എനർജി ഫാം ആണ് അല്ലെ. അടുത്ത് നോക്കൂ, ഹിമാലയത്തിലെ ലവണജല തടാകം രാക്കാസ് ആണ്. ഹിമാലയത്തിലെ ലവണജല തടാകം രാഗാസ്. ഹിമാലയത്തിലെ മറ്റു തടാകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാങ്ഗ്യോങ് സോ, അത് ഇങ്ങനെ എഴുതാം പാങ്ഗ്യോങ് സോ, ഇതൊരെണ്ണം. അതുപോലെ തന്നെ സോ മൊറീറി ട്ടോ, സോ മൊറീറി. ഇതൊക്കെ എവിടത്തെ? ഹിമാലയത്തിലെ തടാകങ്ങളാണ്, മറ്റു തടാകങ്ങളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് വൂളാർ തടാകം അല്ലെ. ഈ ഓപ്ഷനിൽ കൊടുത്ത വൂളാർ ജമ്മു കാശ്മീരിലാണ്. റംസാർ പട്ടികയിലൊക്കെ ഇടം നേടിയിട്ടുള്ളതാണ്. ഇനി ശ്രീനഗറിലാണ് ദാൽ തടാകം. ദാൽ തടാകത്തിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന നദി ജലം നദിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസും ദാൽ തടാകത്തിലാണ്. ഇനി ഉൽക്കാപതനത്തിന്റെ ഫലമായി ഇന്ത്യയിൽ രൂപം കൊണ്ട ഒരു തടാകമാണ് ലോണാർ തടാകം. ലോണാർ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് ലോണാർ തടാകം. അപ്പൊ ജലം നദിയെ കുറിച്ച് നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു. ദാൽ തടാകത്തിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന നദിയാണ് ദാൽ തടാകം. ഇവിടെ ഉണ്ട്. അപ്പൊ തന്നെ ജലത്തിനെ കുറിച്ചിട്ടുള്ള ചോദ്യം അടുത്തത് വന്നു. ഞാൻ പറഞ്ഞ ഇതൊക്കെ +1 ജോഗ്രഫിയിലുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് പഠിച്ചു വെക്കണം. +1 NCERT പുസ്തകത്തില് ജോഗ്രഫി ചാപ്റ്ററിൽ ഡ്രൈനേജ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നീരൊഴുക്ക് വ്യൂഹം അതിലൊക്കെ കാണുന്നതാണ്. അപ്പൊ നമുക്ക് പഠിക്കാം കേട്ടോ. ഇനി അടുത്തത് ഓക്കെ, അടുത്ത ചോദ്യം ഏതാണ്? ജലം നദി വക്രവലയങ്ങൾ അല്ലെ രൂപപ്പെടുന്നതിന് കാരണം സംഭവിച്ച തടാകം ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തടാകത്തിന്റെ പേര് ഏതാ നമ്മൾ പറയാ? വൂളാർ തടാകം എന്നാണ് പറയാ. ഏതാണ് വൂളാർ തടാകം? ജലം സിന്ധുവിന്റെ ഒരു പോഷക നദിയാണ്.
കാശ്മീരിലെ വെരിനാഗ് ഗ്ലേസിയറിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഇതില് ജലം നദിയിലാണ് ഉറി ജലവൈദ്യുത പദ്ധതി കാണപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് വൂളാർ തടാകം. നമ്മൾ നേരത്തെ പറഞ്ഞു. അത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് അല്ലെ. ഇനി അടുത്ത ചോദ്യം എന്താണ്? സമാധാനത്തിന്റെ പാലം എന്നറിയപ്പെടുന്നത് ഏത്? അമാൻ സേതു പാലമാണ് സമാധാനത്തിന്റെ പാലം എന്നറിയപ്പെടുന്നത്. ജമ്മു കാശ്മീരിലെ ഉറി സെക്ടറിൽ ലൈൻ ഓഫ് കൺട്രോൾ LOC, അതായത് നിയന്ത്രണ രേഖയ്ക്ക് സമീപമായിട്ടാണ് അമാൻ സേതു പാലം. ഇത് ഉറി, ചക്കോത്തി എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ്. അടുത്തത് രാമസേതു ഏതാണ്? രാമേശ്വരം, ശ്രീലങ്ക എന്നിവയെ ബന്ധിപ്പിക്കുന്നു. അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ പാമ്പൻ ദ്വീപിനെയും മന്നാർ ദ്വീപിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്ന് പറയാം. അടുത്ത സുദർശൻ സേതു ആണെങ്കിൽ ഗുജറാത്തിലെ ഓക്ക എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടുത്തെ മെയിൻലാൻഡിനെയും ബെയ്റ്റ് ദ്വാരകയെയും ബന്ധിപ്പിക്കുന്ന കേബിൾ സ്റ്റേഡ് പാലമാണ് സുദർശൻ സേതു. ഇത്രയും കാര്യം ക്ലിയർ ആയോ? അടുത്തത് മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം മിസോറാം ആണ്. മിസോറാമിനെ വേറൊരു പേരിലും കൂടി വിളിക്കണോ? ലാൻഡ് ഓഫ് റോളിംഗ് മൗണ്ടെയിൻസ്. ലാൻഡ് ഓഫ് റോളിംഗ് മൗണ്ടെയിൻസ് എന്നറിയപ്പെടുന്നതും ഏതന്നെയാണ്? മിസോറാം തന്നെയാണ്. ഇനി മിസോറാമിനെ ഈ മൊളാസിസ് തടം എന്ന് വിളിക്കാൻ കാരണം അവസാദ ശിലകൾ നിറഞ്ഞ ഭൂപ്രകൃതി കാരണമാണ് ഇതിന് മൊളാസിസ് തടം എന്ന് പേര് വന്നത്. ഇവിടെയൊക്കെ ജൂമിങ് എന്ന് പറയുന്ന കൃഷി രീതിക്ക് വളരെയധികം പ്രധാനപ്പെട്ട സ്ഥലമാണ്. അതുപോലെ ഇതിന്റെ തലസ്ഥാനം ഐസ്വാൾ ആണ്. എന്താണ്? ഐസ്വാൾ ആണ് ഇതിന്റെ തലസ്ഥാനം, മിസോറാം. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽ പാതയുടെ പേര് പീർപഞ്ചൽ പാത എന്നാണ്. അതിന് വേറൊരു പേരും കൂടി ഉണ്ട്, ബനിഹൽ റെയിൽവേ ടണൽ. കാശ്മീർ താഴ്വരയെ ജമ്മു മേഖലയുമായി ബന്ധിപ്പിക്കുന്നു. അല്ലെങ്കിൽ എന്തു പറയാം? ബനിഹാളിനെയും ഗാസിഗണ്ടിനെയും ബന്ധിപ്പിക്കുന്നു. നഗത്തിന്റെ കായാണ് ഗാസിഗണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്ന് പറയാട്ടോ. അടുത്തത് പഞ്ചപ്രയാഗ് എവിടെയാ സ്ഥിതി ചെയ്യണേ? പഞ്ചപ്രയാഗ് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യണേ. അളകനന്ദ മറ്റ് 5 പ്രധാന നദികളുമായി സംഗമിക്കുന്ന പുണ്യസ്ഥലങ്ങളെയാണ് പഞ്ചപ്രയാഗ് എന്ന് വിളിക്കുന്നത്. അളകനന്ദ ധൗളി ഗംഗയുമായി കൂടിച്ചേരുന്ന സ്ഥലത്തെ നമ്മൾ വിഷ്ണു പ്രയാഗ് എന്നും അളകനന്ദ നന്ദപ്രയാഗുമായി അളകനന്ദയും നന്ദാകിനിയും കൂടിച്ചേരുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? നന്ദപ്രയാഗ് എന്നും അളകനന്ദയും പിണ്ടാർ നദിയും തമ്മിൽ യോജിക്കുന്ന സ്ഥലത്തെ കർണപ്രയാഗ് എന്നും അളകനന്ദയും മന്ദാകിനിയും തമ്മിൽ യോജിക്കുന്ന സ്ഥലത്തെ മന്ദാകിനി അതിനെ നമ്മൾ രുദ്രപ്രയാഗ് എന്നും അളകനന്ദയും ഭഗീരഥിയും തമ്മിൽ യോജിക്കുന്ന സ്ഥലത്തെ ദേവപ്രയാഗ് എന്നും വിളിക്കുന്നു. ഇതാണ് പഞ്ചപ്രയാഗ്. അടുത്തത് ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത് എവിടെയാണ്? ധാർവാർ ശിലകൾ. എവിടെയാ ധാർവാർ ശിലകൾ? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യുറേനിയം ഖനിയുടെ പേരാണ് ജാദുഗുഡ. ജാദുഗുഡ എവിടെയാണ്? ജാർഖണ്ഡിലാണ്. കൂടാതെ ആന്ധ്രാപ്രദേശിലെ ദുമലപ്പള്ളി, അതുപോലെ രാജസ്ഥാനിലെ ഉദയ്പൂർ എന്നിവ യുറേനിയം നിക്ഷേപത്തിന് പ്രസിദ്ധമായ സ്ഥലങ്ങളാണ്. അടുത്തത് പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയെയും സിന്ധു താഴ്വരയെയും ബന്ധിപ്പിച്ചിരുന്ന പാതയെ ഷാഹി പാത എന്ന് വിളിക്കുന്നു. ഇത് ചന്ദ്രഗുപ്ത മൗര്യൻ, മൗര്യ സാമ്രാജ്യത്തിലെ പ്രശസ്തനായിട്ടുള്ള രാജാവാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ പാത നിർമ്മിച്ചത്. അതിനുശേഷം ഷേർഷാ സൂരി എന്ന് പറയുന്ന രാജാവ് മധ്യകാലഘട്ടത്തിൽ ഭരിക്കുകയുണ്ടായി ഇന്ത്യയില്. അദ്ദേഹം ഈ പാത പുനർനിർമ്മിച്ചു. എന്നിട്ട് എന്താ പറയാ, ഈ ഷേർഷാ സൂരിയുടെ കാലത്ത് ഈ പാതയ്ക്ക് വിളിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു,
സടക്ക്, സടക്ക് എന്ന് പറഞ്ഞ റോഡല്ലേ, സടക്ക് ഇ അസം എന്നാ വിളിച്ചിരുന്നത്. അതിനുശേഷം അതിന് ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന പേര് വന്നു. ആ പേരിട്ടത് നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്ന ഓക്ലാൻഡ് എന്ന് പറയുന്ന ഗവർണർ ജനറൽ ആണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല ദിഗ്ബോയ് ആണ്. ദിഗ്ബോയ് അസമിലെ എണ്ണ ശുദ്ധീകരണശാലയാണ്. ഇനി ഇവിടെ ഒരു ബറൂണി ഉണ്ട്, കമ്പോള അടിസ്ഥാനത്തിലുള്ള, ഇത് എണ്ണപ്പാടം അടിസ്ഥാനമാക്കി. ഈ കമ്പോള അടിസ്ഥാനത്തിലുള്ള എണ്ണ ശുദ്ധീകരണശാല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബറൂണിയാണ് നമ്മൾ പറയാ. അടുത്ത ചോദ്യം 21ാമത്തെ ചോദ്യമാണ്. അതെന്താ ചോദിച്ചേക്കണേ? ഡോക്ടർ കെ എൻ രാജുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ അല്ലെ ഏതൊക്കെ? ഏതാണ്? അതില് ഓപ്ഷൻ ഡി ആണ് 1ഉം 2ഉം. അതായത് പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ തെറ്റാണ്, റിസർവ് ബാങ്ക് ഗവർണർ തെറ്റാണ്. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്, ഇദ്ദേഹം പ്രധാനമന്ത്രി പദവിയിൽ ഇരുന്നിട്ടില്ല. റിസർവ് ബാങ്ക് ഗവർണർ പദവിയിലും ഇരുന്നിട്ടില്ല. എന്നാൽ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന സ്ഥാപനം 1970 സ്ഥാപിച്ചത് കെ എൻ രാജാണ്. ഓർഗനൈസേഷണൽ ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ എന്ന കൃതി രചിച്ചതും ആരെന്നെയാണ്? കെ എൻ രാജ് തന്നെയാണ് എന്ന് ഓർത്തു വെക്കാം. ക്ലിയർ ആയോ? അടുത്ത ക്വിറ്റ് ഇന്ത്യ സമര നായിക നമുക്കറിയാം അരുണ അസഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണനാണ്. ക്വിറ്റ് ഇന്ത്യ അല്ലെ 1942 ഓഗസ്റ്റ് 9 ബോംബെയിലെ ഗുവാലിയ ടാങ്ക് മൈതാനം, അവിടെ ഇന്ത്യൻ ദേശീയ പതാകയൊക്കെ ഉയർത്തുണ്ടായി ആര്? നമ്മുടെ അരുണ അസഫ് അലി ട്ടോ. 1997 ഇവർക്ക് ഭാരതരത്ന ഒക്കെ ലഭിക്കുകയുണ്ടായി. ഇനി അടുത്തത് ബംഗാളിലെ ക്വിറ്റ് ഇന്ത്യ സമര നായികയാണ് മാതങ്കി ഹസ്രൻ. ബംഗാളിലെ ട്ടോ. ഓൾഡ് ലേഡി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇവരെയാണ്. ഓൾഡ് ലേഡി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? മാതങ്കി ഹസ്രയാണ്. ഇനി ഇന്ത്യയുടെ വാനമ്പാടിയാണല്ലോ ആര്? സരോജിനി നായിഡു. അടുത്ത ചോദ്യം എന്താ ചോദിച്ചേക്കണം? സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് കൈകാര്യം ചെയ്തത് റാഫി അഹമ്മദ് കിദായി. റാഫി അഹമ്മദ് കിദായി. ഇനി അടുത്തതോ? രാജ്കുമാരി അമൃത് കൗർ ആരോഗ്യമന്ത്രിയായിരുന്നു. ഇവര് എയിംസ് ഹോസ്പിറ്റലിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ അത് രൂപീകരിക്കാനൊക്കെ നേതൃത്വം നൽകിയ ആളാണ്. ആസാദോ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ജഗജീവൻ റാമോ തൊഴിൽ മന്ത്രിയായിരുന്നു. അപ്പോ വാർത്താവിനിമയം റാഫി അഹമ്മദ് കിദായി. മനസ്സിലായില്ലേ? അടുത്തത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന്റെ കാരണം എന്ത്? എന്താണ് കാരണം? ഒന്ന് ഏതാണ്? അതായത് വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാൻ, രാജ്യത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ. ഓപ്ഷൻ ഡി ആണ് 2ഉം 3ഉം. അതായത് ഒന്നാമത് നമ്മൾ ആകെ വിഘടിച്ചിരുന്ന് ഒത്തൊരുമിച്ച് വന്നിട്ടുള്ളൂ, ഇനി വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ ഭാഷാടിസ്ഥാനത്തിലൊക്കെ വന്നാൽ പിന്നെ ഐക്യം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അതൊന്നും നടന്നില്ല. അതായത് പോറ്റി ശ്രീരാമലു എന്ന് പറയുന്ന വ്യക്തി അല്ലെ, അദ്ദേഹം എന്താ ചെയ്തേ? ആന്ധ്ര എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപീകരിക്കണം, തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി ഒരു സംസ്ഥാനം വേണം എന്നൊക്കെ പറഞ്ഞ് നിരാഹാരം ഇരുന്ന് 1952 മരിച്ചു. അങ്ങനെ 1953 ഭാഷയുടെ അടിസ്ഥാനത്തില് ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനം വന്നു. പിന്നെ നമ്മുടെ 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് നിലവിൽ വന്നു. അതിലെ മെയിൻ ആള് നേതൃത്വം കൊടുത്തിരുന്ന ഫസൽ അലി, പിന്നെ സർദാർ കെ എം പണിക്കർ, പിന്നെ HN ഗുൻസ്രു അല്ലെ, അവരൊക്കെ ഉണ്ടായിരുന്നു. ഇനി അവര് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ടിന്റെ പരിണത ഫലമായി ഇവരുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. ക്ലിയർ ആയില്ലേ? അടുത്ത ചോദ്യം, ഏത് സത്യാഗ്രഹത്തിന്റെ പ്രചരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന പേര് വല്ലഭായ് പട്ടേലിന് കിട്ടിയെന്നാ ചോദിക്കണേ? ബർദോളി സത്യാഗ്രഹം ട്ടാ. ബർദോളി 1928 ബർദോളി സത്യാഗ്രഹം അല്ലെ. ഗുജറാത്തിലാണ് ബർദോളി. ബർദോളി ഗാന്ധി എന്നാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ വിശേഷിപ്പിക്കണേ. ഇനി സർദാർ എന്ന അദ്ദേഹത്തെ വിളിച്ചത് ഗാന്ധിജിയാണ്.
അദ്ദേഹത്തെ അയേൺ മാൻ ഓഫ് ഇന്ത്യ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട് അല്ലെ. ഇനി ഇന്ത്യൻ ബിസ്മാർക്ക് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇനി കേദാ സത്യാഗ്രഹം എന്നാണ് 1918 ഗുജറാത്തിലാണ്. ചമ്പാരൻ ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമാണ്. ചമ്പാരൻ എവിടെയാണ്? ബീഹാറിലാണ്. അത് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. തിങ്കതീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത് ചമ്പാരൻ സത്യാഗ്രഹം. നീലം കർഷകർക്ക് കർഷകരുടെ എന്താ പറയാ കൃഷിഭൂമിയുടെ ഒരു കുറേ അധികം ഭാഗം നീലം കൃഷി ചെയ്യാൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ബ്രിട്ടീഷുകാർ ഒരു നിയമമൊക്കെ കൊണ്ടുവന്നു. ഇതൊക്കെയാണ് തിങ്കതീയ സമ്പ്രദായം. ഈ ബർദോളി സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ചമ്പാരൻ സത്യാഗ്രഹം ചോദിക്കുമ്പോൾ അതിന്റെ പ്രാദേശിക നേതാവ് ഏതാ നമ്മൾ പറയാ? രാജ്കുമാർ ശുക്ല ട്ടോ. ഇനി ചപ്പാത്തി പ്രസ്ഥാനം ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1857 റിവോൾട്ടുമായിട്ട് അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അത് പൊട്ടിപ്പുറപ്പെട്ടത് 1857 മെയ് മാസം 10-ാം തീയതിയാണ്. മീററ്റിലാണ് പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിന്റെ ചിഹ്നം ചപ്പാത്തിയും താമരയായിരുന്നു അല്ലെ. ഈ ചപ്പാത്തിയില് ഉത്തരേന്ത്യയിലുള്ള കുറെ സംസ്ഥാനങ്ങളിലെ സ്റ്റേറ്റ്സില് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇവര് രാത്രി കാലങ്ങളിൽ അത് വിതരണം ചെയ്യും. എന്നിട്ട് അതില് ആൾക്കാർക്ക് എന്താ പറയാ ഈ സമരത്തിന് നേതൃത്വം നൽകുന്നവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാനായിട്ട് കോഡ് രൂപത്തിലൊക്കെ ചപ്പാത്തിയിൽ എഴുതി കൊടുത്തയക്കുന്ന പറയണ കേട്ടോ. അപ്പൊ അങ്ങനെ ചപ്പാത്തി വിപ്ലവത്തെ കുറിച്ച് ഒരു തീരുമാനമായി അല്ലെ. ഇനി അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം എന്ന് പറയണത് 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 1939 എന്താ നടന്നതെന്നാ പറയണേ? അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം നടന്നു. അത് നടന്നത് ലുധിയാന എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിന്റെ പ്രസിഡന്റ് ആയിരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ബ്രിട്ടീഷിന്റെയും നാട്ടുരാജ്യങ്ങളും വെവ്വേറെ അല്ല, അത് ഒന്നാണ് എന്ന് പ്രസ്താവിച്ചതാണ് അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം എന്ന് മനസ്സിലാക്കുക. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ശരിയായ പ്രസ്താവന ഇന്ത്യയുടെ ഐക്യം എന്ന സങ്കല്പത്തിന് ഊന്നൽ കൊടുത്തു. പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകണം എന്ന് വാദിച്ചു. അത് രണ്ടും ശരിയാണ്. അടുത്ത രണ്ടുമാണ് തെറ്റ്. ക്ലിയർ ആയില്ലേ? അപ്പോ ഇത് ഈ ഒരു അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം ആദ്യം രൂപീകരിച്ചത് 1927 ആദ്യ സമ്മേളനം. 1939 നടന്നു ലുധിയാനയില്. അടുത്തത് താഴെ പറഞ്ഞതിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകൻ ആരാണ്? സി രാജഗോപാലാചാരി. അദ്ദേഹത്തിന് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല കേന്ദ്രീകൃത ആസൂത്രണത്തോട്. അദ്ദേഹം യോജിച്ചില്ല. സ്വതന്ത്ര ഇന്ത്യയിലെ അല്ലെ ആദ്യത്തെയും അവസാനത്തെയും ഗവർണർ ജനറൽ ആണ്. ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആണ്. ഭാരതരത്ന ആദ്യമായിട്ട് ലഭിച്ച വ്യക്തികളിൽ ഒരാളാണ്. ഇനി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ് സ്വതന്ത്ര പാർട്ടി. കേട്ടിട്ടില്ലേ? ഇനി അടുത്തത് ബോംബെ പ്ലാൻ അല്ലെ. ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട പ്രസ്താവന എന്ത് എന്നാണ് ചോദ്യം. ബോംബെ പ്ലാനിനെ കുറിച്ച് പറയുമ്പോൾ ബോംബെ പ്ലാൻ ആദ്യം തന്നെ തെറ്റ് ഏതാന്ന് മനസ്സിലാക്കാം. വ്യവസായികളും സംരംഭകരും ആസൂത്രണത്തിനെതിരായിരുന്നു. അത് തെറ്റാണ്. ആഗോള മൂലധന നിക്ഷേപത്തിനായി വാദിച്ചു. അതും തെറ്റാണ് കേട്ടോ. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ തെറ്റുള്ളത്. ശരിയാണ്. ശരിയായിട്ടുള്ള ഏതാ? വ്യവസായികവും സാമ്പത്തികവുമായ നിക്ഷേപങ്ങളിൽ രാഷ്ട്രം മുൻകൈ എടുക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചു. ആസൂത്രിത സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇവര് തയ്യാറാക്കി. 1, 3 തെറ്റ്. ഈ ബോംബെ പ്ലാൻ 1944 ഇന്ത്യയിലെ 8 പ്രധാനപ്പെട്ട വ്യവസായികൾ ചേർന്ന് രൂപീകരിച്ചതാണ്. അതിൽ ചിലരാണ് JRD ടാറ്റ അല്ലെ, പുരുഷോത്തം ദാസ്, താക്കൂർ ദാസ്, ലാല ശ്രീറാം, കസ്തൂർബായ്, ലാൽബായ്, ജോൺ മത്തായി, CH ബാബ, അങ്ങനെയുള്ള ആൾക്കാര്, ബിർള, അവരൊക്കെ ഇതില് പെടുന്ന ആൾക്കാരാണെന്ന് മനസ്സിലാക്കാട്ടോ. അടുത്ത 30ാമത്തെ ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ഇവര് നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായ ഝാൻസി റാണി റെജിമെന്റിന്റെ കമാൻഡർ ആയിരുന്നു. ആര്? ക്യാപ്റ്റൻ ലക്ഷ്മി എന്ന് പറയുന്നത്. അപ്പൊ 30 ചോദ്യമാണ്. ഇത്തരം ചോദ്യങ്ങൾ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നും ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അടുത്ത പരീക്ഷയ്ക്ക് എങ്ങനെയായാലും ഇതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി അത് മാത്രമല്ല, നിങ്ങളും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പ്രിലിംസ് കുറച്ചും കൂടി ടഫായി എന്ന് മനസ്സിലായില്ലേ? മുന്നത്തെ പോലെയല്ല. അപ്പൊ നമുക്ക് +1 ജോഗ്രഫി പഠിക്കണം. തീർച്ചയായിട്ടും അത് നമ്മള് പഠിക്കും അടുത്ത ക്ലാസ് തൊട്ട് കേട്ടോ.